ദിയാ കൃഷ്ണയ്ക്ക് സംഭവിച്ച പോലെ സംഭവിക്കാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കാം നമ്മുടെ ബിസിനസ്സിൽ. ഓക്കെ, അതിനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ സ്റ്റാഫുകളോട് ഷെയർ ചെയ്യാതിരിക്കും. നമുക്ക് ബിസിനസ്സിന് ഒത്തിരി കാര്യങ്ങളുണ്ടായിരിക്കും. ഓക്കെ, ഒത്തിരി സീക്രട്ട് ആയിട്ട് ഇരിക്കേണ്ട കാര്യങ്ങളുണ്ടായിരിക്കും. അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ സ്റ്റാഫിനോട് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. അതിപ്പോ കണ്ടില്ല, ഇപ്പൊ അവര് എന്താ പറയാ, മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ട് അവര് പറയുന്നുണ്ട് നിങ്ങൾ ടാക്സ് കൊടുക്കാതിരിക്കാൻ GST കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, അവരുടെ അക്കൗണ്ടിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യുന്നതും പിന്നെ അത് ബൈ ഹാൻഡ് ആയിട്ട് DAക്ക് കൊടുക്കുന്നതും ഒക്കെ. ഓക്കെ, അതുപോലെ ഇങ്ങനെയുള്ള എന്താ പറയാ ആ ഒരു പിന്നെ ഭാവിയിൽ അതൊരു അവർക്ക് ടൂളായിട്ട് ഉപയോഗിക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ എല്ലാ കാര്യങ്ങളും അവരോട് ഷെയർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ബിസിനസ് എന്താണ് നമ്മൾ അവർക്ക് കൊടുക്കുന്ന കമാൻഡ്സ് അത് അവർ അനുസരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ അവര് അഭിപ്രായങ്ങൾ, അവരാണ് കസ്റ്റമറോട് ഇടപഴകുന്നതും അവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ നമ്മുടെ ബിസിനസ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. സ്റ്റാഫുകൾക്ക് വേണ്ട രീതിയിൽ ശമ്പളം കൊടുക്കുക, സ്റ്റാഫുകൾക്ക് വേണ്ട രീതിയിൽ ഡ്യൂട്ടി ടൈം ഷെഡ്യൂൾ ചെയ്യുക. അവർക്ക് വേണ്ട രീതിയിലല്ല, നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു അവർക്ക് എന്താ പറയാ സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്യൂട്ടി ടൈം നമ്മൾ ചെയ്ത് കൊടുക്കുക. അതൊക്കെ നമ്മൾ ഈ ഒരു ബിസിനസ് എന്താ പറയാ, നമ്മൾ ആ ഒരു ദൗത്യം ഏറ്റെടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളത് അതെല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. ഓക്കെ, ഇതിലിപ്പോ ഈ വന്ന് ഈ 3 സ്കാം നടത്തിയ 3 സ്ത്രീകൾ വന്ന് പറയുന്നത് ഞാൻ കണ്ടു. അതായത് ദിയാ കൃഷ്ണ ഞങ്ങളെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു. ഇന്നിപ്പോ എല്ലാ കാര്യത്തിനും ജാതി ഒരു മുന്നിലേക്ക് അങ്ങ് ഇടും. ജാതി എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വലിയ സ്കാമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അരികേസ് എന്തോ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവരൊരു സിമ്പതി, ആളുകളിൽ നിന്നൊരു സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടി എന്ത് ചെയ്യും, നേരെ ഇവർ ഞങ്ങൾ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു, ഞങ്ങളുടെ ജാതിയാണ് ഞങ്ങളുടെ പ്രശ്നം, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചത്. അല്ല, ഈ ദിയാകൃഷ്ണന്റെ കേസിൽ, ദിയാകൃഷ്ണമായിട്ടുള്ള ഈ ഒരു സ്കാമിന്റെ കേസിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇവർ 100% ഇവരെന്ത് ചെയ്തു, ഈ ക്യാഷ് തട്ടിയിട്ടുണ്ട്. അപ്പൊ 62 ലക്ഷം തട്ടി എന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷെ അവർ സമ്മതിക്കുന്നുണ്ട് വീഡിയോയിൽ, അവർ കറക്റ്റ് ആയിട്ട് വീഡിയോ സമ്മതിക്കുന്നുണ്ട്. ഇപ്പൊ AI കാലമാണ്, പക്ഷെ ഇതൊന്നും AI ജനറേറ്റഡ് അല്ല. കറക്റ്റ് 100%ഉം അത് ഗ്യാരണ്ടീഡ് ആണ്. അവരെ വിളിച്ച് സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളുണ്ട്. അപ്പൊ ഓക്കെ, അപ്പൊ നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ബിസിനസ്സിൽ നോക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വേറൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ദിയയ്ക്ക് പറ്റിയ വേറൊരു കാര്യം, അതായത് ഡെയിലി ക്യാഷ് ക്ലോസിങ്. ഇപ്പൊ എന്ത് തന്നെ ബിസി ആണെന്നുണ്ടെങ്കിലും അവർ ദിയാകൃഷ്ണക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ വേറൊരാളെ തന്നെ ചുമതലപ്പെടുത്തുക. ഡെയിലി ക്യാഷ് ക്ലോസിങ് ചെയ്ത് അതിന്റെ റിപ്പോർട്ടാക്കി മാറ്റി നമുക്ക് എന്ത് ചെയ്യാം, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇന്ന് എത്ര ക്യാഷ് വന്നു, ഇന്ന് എത്ര എക്സ്പെൻസ് ഉണ്ടായി, ഇത്ര പ്രോഫിറ്റ് ഇപ്പൊ മന്ത്ലി ചെയ്താലും മതി, പിയാൻഡില് ചെയ്യുമ്പോൾ ചെയ്താലും മതി. അല്ല, അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ മാസവും എല്ലാ ആഴ്ചയിലെങ്കിലും മിനിമം ഒന്ന് ചെക്ക് ചെയ്യേണ്ടത് നമ്മളെ ഉത്തരവാദിത്തമാണ്. ഇതൊന്നും ചെയ്യാതിരിക്കുന്നതിൽ എന്ത് ചെയ്യാം, സ്റ്റാഫുകൾക്ക് പറയാം എന്റെ ഓണർ ഇതൊന്നും, എന്റെ CEO ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല, എന്റെ മുകളിൽ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല, നമുക്ക് എന്ത് വേണമെങ്കിലും എന്താ പറയാ എന്ത് സ്കാം ചെയ്യാം, ആ ഒരു കോൺഫിഡൻസ് അവർക്ക് വരും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, ആഴ്ചയിലെങ്കിലും അല്ലെങ്കിൽ മാസത്തിലെങ്കിലും എന്ത് ചെയ്യാം, ഒരു ക്യാഷ് ക്ലോസിങ്. മാസത്തിൽ എന്തായാലും ബാങ്ക് റീകൺസിലേഷൻ ചെയ്യും, അതൊക്കെ അതെന്തായാലും നമ്മൾ ചെയ്യണം. എന്തായാലും ബാങ്ക് ത്രൂ വന്നതും പോയതും കാരണം നമ്മൾ എന്തായാലും അറിയണം. ഓക്കെ, അത് എന്തായാലും എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് ഈ കാര്യങ്ങളെല്ലാം ഫോളോ അപ്പ് ചെയ്യണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ എന്താ പറയാ ആൾക്കാർ, നമ്മുടെ സ്റ്റാഫുകൾ നമ്മളെ പറ്റിക്കുകയും നമ്മൾ ഏൺ ചെയ്യേണ്ട ക്യാഷ് അവരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും പിന്നെ നമ്മൾ ഒരു കാലത്ത് ഇത് നോക്കുന്ന സമയത്ത് ഒത്തിരി ക്യാഷ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഓക്കെ, പേഴ്സണലി എനിക്കും ഒത്തിരി അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം വന്നപ്പോൾ ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പൊ ഓക്കെ, അപ്പോ ഞാൻ ഈ പറഞ്ഞ യോജിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ കമന്റ് ചെയ്യുക, എന്തായാലും രേഖപ്പെടുത്തുക. ഇനിയും ഇതുപോലുള്ള അഭിപ്രായങ്ങൾ എൻ്റെ ഈ ഒരു ചാനലിലൂടെ ഉണ്ടായിരിക്കും. അത് മറ്റുള്ള വിഷയങ്ങളിലായാലും എല്ലാ കാര്യത്തിലും നമുക്ക് ജാതി മതം അങ്ങനെയുള്ള പാർട്ടി ബേസുകളൊന്നും ഞാൻ നോക്കുന്നില്ല. എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇഷ്ടവുമല്ല. എനിക്ക് ഈ ഒറ്റ മൈൻഡേ ഉള്ളൂ, ബിസിനസ് ചെയ്യുക നല്ല രീതിയിൽ, ആളുകൾക്ക് ഇപ്പൊ നല്ല പ്രചോദനമാകുന്ന രീതിയിൽ, ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ബിസിനസ് ചെയ്യുക. പിന്നെ അവർക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പുകൾ ചെയ്തു കൊടുക്കുക. ഓക്കെ, എന്തായാലും നമ്മൾ മരിക്കുന്നതാണ്. അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക, എല്ലാ കാര്യങ്ങളും ചെയ്യാന്നുള്ളതാണ് എൻ്റെ ഒരു എയിം. അപ്പൊ ഓക്കെ, എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക, കൂടെ. അപ്പൊ ഇനിയും ഇതുപോലത്തുള്ള വീഡിയോസും റിയാക്ഷൻസും കാര്യങ്ങളെല്ലാം എന്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഞാനിവിടെ ഒമാനിലാണ്. അപ്പൊ ഒമാനിലെ വിശേഷങ്ങളും ഇതിലൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്.